പ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. മണ്ഡലകാലത്തിൻ്റെ ഐശ്വര്യകരമായ ദിനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം പ്രകൃതി പോലും എടുക്കുന്നു എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഒരു സമയം തങ്ങളുടെ ഭക്ഷണത്തിൽ വരെ വരുത്തുന്ന ക്രമമായ മാറ്റം അവരുടെ ആരോഗ്യത്തിനെയും ജീവിതചര്യനെയും മാറ്റുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് നേരെ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ അല്ലെങ്കിൽ 390 പറ ചാത്തന്മാരുടെ പൂജകളിലേക്ക് വന്നു കഴിഞ്ഞാലും കാണാവുന്നതാണ്. സ്വാമിയുടെ പൂജകളെല്ലാം ഈ 41 ദിവസത്തേക്ക് സാധാരണ പൂജകളിൽ മാത്രം ഒതുങ്ങി കാര്യസാധ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇനി മദ്യവും മാംസവും വെച്ചിട്ടുള്ള മകാരാദി കാര്യങ്ങൾ വെച്ചിട്ടുള്ള കൗളാചാരപ്രകാരമുള്ള പൂജകളൊക്കെ നിർത്തി വച്ചിരിക്കുന്ന ഒരു കാലമാണ് ഈ 41 ദിവസം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വീണ്ടും ഇത് ആരംഭിക്കുന്നത് ഇതേപോലെ തന്നെ ചാത്തന്മാരുടെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, വിഷ്ണുമായുടെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ദേവീക്ഷേത്രങ്ങളിലും ഈ 41 ദിവസത്തേക്ക് ഗുരുതിക്കൂട്ട് കാര്യങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇത് വീണ്ടും തുടങ്ങുന്നത് ശബരിമല മഞ്ചമാതാവിൻ്റെ തിരുമുമ്പിൽ നടക്കുന്ന വലിയ ഗുരുതിക്ക് ശേഷമാണ്. കൗളാചാരപ്രകാരമായിട്ടുള്ള ഗുരുതിക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം രണ്ടാമതും വീണ്ടും തുടങ്ങുന്നത്. അത് വള്ളിയങ്കാട്ട് ഭഗവതിയുടെ അടുത്തായിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏത് ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ കൗളാചാരപ്രകാരമായിട്ടുള്ള പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ എവിടെ തന്നെയായാലും ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ടുള്ളത്, ഇതൊക്കെ തന്നെയാണ് നടത്തപ്പെടുന്നത്. മഞ്ചമാതാവിൻ്റെ ഗുരുതിക്ക് ശേഷം മാത്രമാണ് ഇനി അടുത്ത സ്ഥലങ്ങളിൽ ഗുരുതി തുടങ്ങുന്നത്. ശബരിമല മണ്ഡല അടിയന്തര ഉത്സവം, അങ്ങനെയാണ് യഥാർത്ഥമായി അതിനെ പറയേണ്ടത്. ആ ഉത്സവത്തിന് ശേഷമാണ് ഇനി ബാക്കി പഴയ രീതിയിലുള്ള പൂജകളിലേക്ക് തിരിച്ചു വരിക. ഓം ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയേ നമഃ.